യെസ്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞായറാഴ്ച ഈ മനോഹരമായ സായാഹ്നത്തിൽ നമ്മൾ പാട്ടുവിശേഷത്തിലേക്കാണ് ഇന്ന് കടന്നു ചെല്ലുന്നത്. പ്രിയപ്പെട്ട ജോർജ് സാറിൻ്റെ ഇഷ്ടഗാനങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഈ പ്ലാറ്റ്ഫോമിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം നമുക്ക് എല്ലാവർക്കും തന്ന സാബു സാറിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് എല്ലാവരും തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞരാണ്. അതുകൂടാതെ പാട്ടിനെ ഒരുപാട്, അതിനേക്കാളൊക്കെ ഉപരി പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ളത്. എല്ലാവരും പാട്ട് പാടാനായിട്ട് ഒരുപാട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണ്. അതിലേറെ എനിക്ക് പറയാനുള്ളത്, ഈ പാട്ടുവിശേഷത്തിലെ ഓരോ അംഗങ്ങളും മനസ്സിൽ സൂക്ഷിക്കുന്ന, പരസ്പരം ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന അണയാത്ത സംഗീതം പോലെ ഉള്ള സൗഹൃദത്തെക്കുറിച്ചുമാണ്. നമ്മൾ ഈ ഒരു സായന്തനം നമുക്ക് ഏറ്റവും മനോഹരമാക്കാം. മനോജ് കുമാർ സാറിനെ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ജോർജ് സാറിനെ ഈ മനോഹരമായ പാട്ടുകൾ സെലക്ട് ചെയ്ത് നമുക്കിവിടെ അവതരിപ്പിക്കാനായിട്ട് തന്നതിന് സാറിനെയും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. സാറിനെ ഹാർദമായിട്ട് ക്ഷണിക്കുന്നു. അതുപോലെ ഈ പാട്ടുവിശേഷത്തിൽ ഇന്ന് പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്ദി പറയുന്നു. താങ്ക് യു മനോജ് കുമാർ സാർ. പ്ലീസ് സാർ. ഓക്കെ ജോർജ് സാറ് എൻ്റെ പ്രിയപ്പെട്ട പാട്ടുകളാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ സാറ് ഈ പാട്ടുകളെ കുറിച്ച് എന്താണ് സാറിൻ്റെ 6 ഇഷ്ടഗാനങ്ങൾ സാറ് സെലക്ട് ചെയ്ത് അയച്ചിട്ടുണ്ട്. സാറിന് എന്താണ് ഈ പാട്ടുകളെ കുറിച്ച് പൊതുവേ പറയാനുള്ളത്? എന്തുകൊണ്ടാണ് സാറ് ഈ ഇത്രയും ഗാനങ്ങൾ ഒരുപാട് ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും തീർച്ചയായിട്ടും, എങ്കിലും പ്രത്യേകമായിട്ട് ഈ 6 പാട്ടുകൾ സാറിന് ഇഷ്ടപ്പെടാനുള്ള കാരണം ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ എങ്ങനെ ജോർജ് സാർ പറയും? ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമാണ്. താങ്ക് യു സർ. വളരെ സന്തോഷം. ഈ സായാഹ്നവേളയിൽ ഈ സഹൃദയ മനസ്സുകളെയൊക്കെ ഒരുമിച്ച് ഒന്നുകൂടെ കാണാൻ കഴിഞ്ഞ ഒരു ഭാഗ്യം. സർ, പൊതുവെ എൻ്റെ സ്കൂൾ ജീവിതകാലത്തൊന്നും ഞങ്ങൾ സിനിമ കണ്ടിട്ടില്ല. വീടിനടുത്തില്ല, കുറേ ദൂരത്താണ് ഒരു ടാക്കീസ് ഉള്ളത്. അവിടെ ഒന്ന് പോകുന്ന വിരലിൽ എണ്ണാവുന്ന സിനിമയെ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ 72 കളമശ്ശേരിക്ക് പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ വന്ന് തിയേറ്ററുകളിൽ കുറേ സിനിമകളൊക്കെ കാണാനിട വന്നു. അതാണ്, പിന്നീടാണേലും എനിക്ക് സിനിമയോട് വലിയ ഹരമൊന്നും തോന്നിയിട്ടില്ല. വളരെ ചുരുക്കമാണ് സിനിമ കാണുന്നത്. പക്ഷേ ഈ പാട്ടുകളൊക്കെ, ഈ സിനിമകളൊക്കെ ഞാൻ കണ്ടതാണ്. എൻ്റെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പാട്ടുകൾ ഓർമ്മയിൽ വരാറുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മൂളിപ്പാട്ട് പാടും. പാട്ടൊന്നും പാടാൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ എന്നാലും ഓർമ്മയിലൊന്നും മായാതെ നിൽക്കുന്ന പാട്ടുകൾ എന്നുള്ള ഒരു സവിശേഷതയാണ് എനിക്കതിനുള്ളത്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഞാൻ സെലക്ട് ചെയ്ത പാട്ടുകൾ സ്വീകരിച്ചതിന് എൻ്റെ നന്ദി, ഒത്തിരി സന്തോഷം, എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നു. താങ്ക് യു സോ മച്ച്. സാർ, ഒരു കാര്യം കൂടെ, സാർ ഇത്രയും പറഞ്ഞെങ്കിൽ സാറിൻ്റെ ഈ 6 പാട്ടുകളിൽ അതിലേറ്റവും ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ ഒരു 2 വരി അല്ലെങ്കിൽ 4 വരി സാറിന് എങ്ങനെയും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടണം. സാറിന് സെലക്ട് ചെയ്യാം. 4 വരി പാടിയാൽ മതി. യെസ്. പെരിയാറേ പർവ്വത നിരയുടെ പനിനീര്, കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ജോർജ് സാർ. ഇനി നമ്മൾ ഉഷ ടീച്ചർ, നമ്മൾ അടുത്ത ഇതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ പാട്ടിനെ കുറിച്ചും ഈ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് രാജു ഫിലിപ്പ് സാറിന് എന്തോ പറയാനുണ്ട്. രാജു സാറിനെ ക്ഷണിക്കുകയാണ്. ഈ പാട്ടിനെ കുറിച്ചുള്ളൊരു പശ്ചാത്തലം സാറിന് അറിയാവുന്ന എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അതേക്കുറിച്ച് സാറെ ചുരുങ്ങിയ വാക്കുകളിലൊരു സാറിന്റെ സംസാരത്തിലൂടെ കേൾക്കാൻ ഇഷ്ടമുണ്ട് സാർ. രാജു സാർ, പ്ലീസ് സാർ. രാജു സാർ അൺമ്യൂട്ട് ചെയ്യണം. സാറിന്റെ മ്യൂട്ട്. യെസ് സാർ, താങ്ക് യു. ഓൾറൈറ്റ്, ഓക്കെ. കുഞ്ചാക്കോയുടെ ഗ്രാൻഡ് ഫാദർ കുഞ്ചാക്കോയാണ് ഇതിന്റെ സംവിധായകൻ. അദ്ദേഹം എൻ്റെ വൈഫിന്റെ വീടിന്റെ അയൽപക്കമാണ്, ആലപ്പുഴ. അപ്പോൾ ഇത് എൻ്റെ വൈഫ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഈ സിനിമ പിടിക്കുമ്പോൾ ഇതിന്റെ അവസാന രംഗം പിടിക്കാൻ വേണ്ടി ഒരു പബ്ലിസിറ്റി കൊടുത്തു. കുഞ്ചാക്കോയുടെ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞിട്ട് പബ്ലിസിറ്റി കൊടുത്തു. കാരണം കുഞ്ചാക്കോ എടുത്ത വലിയൊരു പ്രമുഖനായിരുന്നു. കുഞ്ചാക്കോയുടെ ഭാര്യ മരിച്ചു എന്നാണ് പബ്ലിസിറ്റി കൊടുത്തത്. അപ്പോൾ ആൾക്കാരെല്ലാം കൂടി യഥാർത്ഥത്തിലുള്ള പുള്ളിയുടെ ഭാര്യ മരിച്ചു എന്നുള്ള രീതിയിൽ പുള്ളിയുടെ വീടിന്റെ അടുത്ത് എല്ലാവരും എത്തി. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്,
ഈ സംഭവം നടന്നത് എൻ്റെ നാട്ടിലാണ്, തിരുവല്ല. എൻ്റെ നാട് തിരുവല്ലയാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ചങ്ങനാശ്ശേരിയിൽ നടന്നേ ഉള്ളൂ. ചങ്ങനാശ്ശേരിക്ക് അടുത്ത് തന്നെ തിരുവല്ല. ആ തിരുവല്ലയിൽ ഞാൻ പഠിച്ച സ്കൂളിൽ നോട് ചേർന്ന പള്ളിയിലാണ് ഈ സ്ത്രീയെ അടക്കിയിരിക്കുന്നത്. ഇതിനകത്ത് ലീലാമൻ, അതിൻ്റെ അകത്ത് കഥാപാത്രത്തിൻ്റെ പേര് ശരിക്കുള്ള പേര് അമ്മാളുകുട്ടി എന്നാണ്. അമ്മാളുകുട്ടി സെൻറ്റ് ജോർജ് എന്ന് പറയുന്ന തിരുവല്ലയിലെ വലിയൊരു ബസ് ഉടമയുടെ മകളായിരുന്നു. ഭർത്താവിൻ്റെ പേര് സണ്ണി. ഇതിനകത്ത് സിനിമയിലെ പേര് ബിന്നി എന്നാണ്. ഈ സണ്ണിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അഫയർ ഏതാണെന്ന് ചോദിച്ചാൽ താൻ പഠിപ്പിച്ച കോളേജിലെ ഒരു പെൺകുട്ടി, UP ഗ്രേസി എന്ന് അതിനകത്ത് പറയുന്നു, UP ഗ്രേസി അല്ലേ. ആ പെൺകുട്ടി പഠിപ്പിച്ച ആ ക്ലാസ് മുറി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പിന്നീട് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് പാരൽ കോളേജിൽ. അപ്പോൾ അത് അങ്ങനെ വലിയൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയെ കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയുമായിട്ടുള്ള പ്രേമബന്ധമായപ്പോഴത്തേക്ക് ഭാര്യ ചോദിച്ചപ്പോഴത്തേക്ക് ഭാര്യയെ ചവിട്ടി കൊല്ലുന്നതായിട്ടുള്ളതാണ് കഥ. ശരിക്കുള്ള കഥ, നടന്ന കഥയാണ്. സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, വളരെ വികാരസ്പർശിയായിട്ടുള്ള കഥയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ രാജു സാർ, താങ്ക് യു വെരി മച്ച്. സാറിൻ്റെ ഈ ഇൻഫർമേഷൻ പ്രത്യേകിച്ചും ഞങ്ങൾക്കൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് നടന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട കഥയാണെന്നറിയാം. എങ്കിലും ഇത്ര വിശദമായിട്ട് സാറ് പറഞ്ഞതിന് താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ജോർജ് സാറിൻ്റെ പാട്ടുകളിലേക്ക് പോവുകയാണ്. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എല്ലാവർക്കും കാണാമല്ലോ സ്ക്രീന്, ഉഷ ടീച്ചറെ? കാണാം സാർ, കാണാം സാർ. ഓക്കെ, നൗ ഓവർ ടു യു. ഓക്കെ, നമുക്ക് ഇതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞിട്ട് നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം. തീർച്ചയായിട്ടും. ഇത് യെസ്. വളരെ ഒരു വിലയേറിയ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇപ്പൊ രാജു സാറിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1962 ഭാര്യ എന്നുള്ള ഒരു ഫിലിം പുറത്തിറങ്ങിയത്. അതായത് കുഞ്ചാക്കോ എന്ന ഒരു പ്രഗത്ഭനായ സംവിധായകനാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ എന്നും എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നും ഇങ്ങനെ ഒരു എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പ്, പിന്നെ അതേസമയം അതോടൊപ്പം തന്നെ ഭാര്യ അത് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തെ ഒരു വളരെ ദാരുണമായ രീതിയിൽ അവരെ വധിക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം കൂടിയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. തീർച്ചയായിട്ടും ഭാര്യ എന്നുള്ള ഒരു ഫിലിം ഒരുപാട് പേരുടെ കണ്ണിനെ ഈർന്നണിയിച്ചിട്ടുള്ള ഒരു കഥയാണ്. ഇത് ഒരു കാനം EJ എന്ന് പറഞ്ഞ ഒരു നോവലിസ്റ്റ് ഇതൊരു ഈ റിയൽ ഈ അനുഭവം എനിക്ക് തോന്നുന്നു ഏതോ ഒരു വീക്കിലിയില് നോവലായിട്ട് എഴുതിയിരുന്നു. ഈ നോവലിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇദ്ദേഹം ഇതിന്റെ തിരക്കഥ തയ്യാറാക്കി ഇത് സംവിധാനം ചെയ്തതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്തെ ഗാനങ്ങൾ എഴുതി അണിയിച്ചൊരുക്കിയത് വയലാർ രാമവർമ്മ സാറാണ്. G. ദേവരാജൻ സാറിന്റെ സംഗീതത്തില് AM രാജ, സുശീലാമ്മ എന്നിവർ ചേർന്ന് മോഹനരാഗത്തില് ചിട്ടപ്പെടുത്തിയ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണിത്. നമുക്ക് ഈ ഒരു ഗാനത്തിലേക്ക് പോകാം. കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭംഗി എന്ന് പറയാം പെരിയാറ്. കേരളത്തിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയാം നമുക്ക് പെരിയാറിനെ ഒരു നാണം കുണുങ്ങിയ ഒരു നാടൻ പെണ്ണിനോട് ഉപമിക്കുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. നമുക്ക് ഈ വരികളിലേക്ക് പോകാം. ഷീൽ ടീച്ചറെ, അൺമ്യൂട്ട് ചെയ്യാവോ? ഓക്കെ താങ്ക് യു. പെരിയാറിന്റെ ആ നാണം കുടുങ്ങിയെന്ന് മാത്രമല്ല, മയിലാടുംകുന്നിൽ പിറന്നു, പിന്നെ മൈലാഞ്ചിക്കാട്ടിൽ വളർന്നു, പിന്നെ നഗരം കണ്ടിട്ടില്ല, വെറും ഒരു ഗ്രാമത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ എല്ലാ വരികളിൽ തന്നെ പിന്നെ ആ സിനിമയുടെ അല്ലെങ്കിൽ ആ നടന്ന സംഭവത്തിന്റെ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. മലയാറ്റൂർ പള്ളിയിൽ അതുവഴി കടന്നുപോയി, ആലുവ കടന്നു പോകുന്നുണ്ട്. അതാണ് പെരിയാറിന്റെ പ്രത്യേകത. അപ്പൊ ഈ ജോർജ് സാറെ വളരെ മനോഹരമായ ഒരു ഗാനമാണ് സാർ ഇത് സെലക്ട് ചെയ്തത്. എല്ലാവരും ഈ പാട്ട് പാടും. നമ്മുടെ ഈ ഫ്ലോറിലുള്ള എല്ലാവരും പാടും എന്ന് മാത്രമല്ല, കേരളത്തിലും മലയാളം പാട്ട് അറിയാവുന്ന എല്ലാവരും പാടുന്ന ഒരു പാട്ടാണിത്. അത്രയ്ക്ക് മനോഹരമാണ്. ആ സിനിമയിൽ ഈ പാട്ടിന്റെ സീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് ഓർക്കാനും പറ്റും. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണ് നീ, ഒരു മലയാളി പെണ്ണാണ് നീ. മയിലാടും കുന്നിൽ പിറന്നു, പിന്നെ മൈലാഞ്ചിക്കാട്ടിൽ വളർന്നു. മയിലാടും കുന്നിൽ പിറന്നു,
പിന്നെ മൈലാഞ്ചിക്കാട്ടിൽ വളർന്നു. നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണ് നീ. ഒരു നാടൻ പെണ്ണാണ് നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ട് മലയാളി മലയാളി പെണ്ണാണ് നീ. ഒരു പൊന്നലകൾ മലയാളി പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ. പൊന്നലകൾ ഞൊറിഞ്ഞുടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളു കൂടണം, ശിവരാത്രി കാണേണം നീ. ആലുവ ശിവരാത്രി കാണേണം നീ. നാടാകെ തെളിനീരു നൽകേണം, നാടോടി പാട്ടുകൾ പാടേണം. നാടാകെ തെളിനീരു നൽകേണം, നാടോടി പാട്ടുകൾ പാടേണം. കടലിൽ നീ ചെല്ലണം, കാമുകനെ കാണണം, കല്യാണം കല്യാണം അറിയിക്കണം. നിന്റെ കല്യാണം അറിയിക്കണം. ഓക്കെ, താങ്ക് യു ടീച്ചറെ, താങ്ക് യു സോ മച്ച്. അടുത്ത ഇതിലേക്ക് പോകാം. ഞാൻ ഈ പാടട്ടെ? പാട്ട് വേറെ ആർക്കെങ്കിലും പാടണമെന്നുണ്ടോ അതോ നമുക്ക് അടുത്ത ഞാൻ പാട്ടിലേക്ക് പോകണം? പാടട്ടെ, ഞാൻ കൂടെ പാടാം. എനിക്ക് പാടാം. എല്ലാവരും കുറച്ച് ഈ വരികൾ പാട്ട് പാടിക്കോ. 2 വരി വീതം പാടണേ. ആ അതെ എല്ലാവരും അതെ, ഒരു ഫുള്ള് 4 വരി പാടണമെന്നില്ല. കണക്ട് ചെയ്ത് പാടുക. ഓക്കെ, ഞാനും പാടും. വരുമോ? പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ, കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ. ഒരു മലയാളി പെണ്ണാണു നീ. മയിലാടും കുന്നിൽ പിറന്നു, പിന്നെ മൈലാഞ്ചി കാട്ടിൽ വളർന്നു. നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ. ഒരു നാടൻ പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ. താങ്ക് യു. പൊന്നലകൾ ഞൊറിഞ്ഞുടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ. പൊന്നലകൾ ഞൊറിഞ്ഞുടുത്തു പോകാനൊരുങ്ങുകയാണല്ലോ. മലയാറ്റു പള്ളിയിൽ പെരുന്നാളും കൂടണം, ശിവരാത്രി കാണേണം നീ. ആലുവ ശിവരാത്രി കാണേണം നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ നീരേ, കൊണ്ട് കോമിങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ. ഒരു മലയാളി പെണ്ണാണു നീ. താങ്ക് യു. ഞാനൊന്ന് നോക്കട്ടെ. ബീനമ്മ, പാടുന്നത് 6 ലൈനെ പാടാം. ബീനമ്മ, ആ. യെസ്. നാടാകെ തെളിനീരു നൽകേണം, നാടോടി പാട്ടുകൾ പാടേണം. നാടാകെ തെളിനീരു നൽകേണം, നാടോടി പാട്ടുകൾ പാടേണം. കടലിൽ നീ ചെല്ലണം, കാമുകനെ കാണണം, കല്യാണം അറിയിക്കണം. നിന്റെ കല്യാണം അറിയിക്കണം. കടലിൽ നീ ചെല്ലണം, കാമുകനെ കാണണം, കല്യാണം അറിയിക്കണം. നിന്റെ കല്യാണം അറിയിക്കണം. പെരിയാറേ പെരിയാറേ
പർവ്വത നിരയുടെ പനിനീരേ കുളിരം കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണ് ഒരു മലയാളി പെണ്ണാണ്. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഞാൻ പാടട്ടെ അവരാ വേണുഗോപാൽ സർ. അതെ അതെ യെസ് ഈ പാട്ട് കണ്ടപ്പോഴേ ഒരു കാര്യം ഓർക്കുക. അതായത് ആദ്യം ഞാൻ സിനിമാ തിയേറ്ററിൽ പോയി കണ്ടത് ആദ്യത്തെ സിനിമയാണ്. എൻ്റെ ഡേറ്റ് അടക്കം ഞാൻ ഓർമ്മയുണ്ട്. 1962 നവംബർ 2 ജനുവരി 2 തോന്നുന്നു ആദ്യം കണ്ട സിനിമയാണ്. അപ്പോൾ ഇതിലെ ഈ പാട്ട് കുറേ കാലത്തേക്ക് ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടിരുന്ന പാട്ടാണ്. പ്രത്യേകിച്ചും AM രാജ എന്ന ഗായകൻ. അത് യേശുദാസൊക്കെ ഒരു വശത്തുണ്ട്, പക്ഷേ AM രാജനെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗായകൻ. അതുകൊണ്ട് തന്നെ ഈ പാട്ട് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഇഷ്ടഗാനം കൂടിയാണ്. അപ്പോൾ ഞാനത് രണ്ടുപേരും പാടാൻ ശ്രമിക്കാം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. പ്ലീസ് സർ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാണു നീ. മയിലാടും കുന്നിൽ പിറന്നു പിന്നെ മൈലാഞ്ചി കാട്ടിൽ വളർന്നു നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണു നീ ഒരു നാടൻ പെണ്ണാണു നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാണു നീ. താങ്ക് യു സർ. ഒരു കാര്യം കൂടി ഔഷധിച്ച് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? നാലുപേര് പാടട്ടെ. യേശുദാസ് ഓക്കെ, സമയം കണക്കിലെടുത്ത് പഠിക്കോളൂ. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കോ സാർ പാടുന്നതിന്റെ ബാക്കി. പാടട്ടെ. മയിലാടും കുന്നിൽ പിറന്ന പിന്നെ മൈലാഞ്ചി കാട്ടിൽ വളർന്ന നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണ് നീ ഒരു നാടൻ പെണ്ണാണ് നീ നഗരം കാണാത്ത നാണം മാറാത്ത നാടൻ പെണ്ണാണ് നീ ഒരു നാടൻ പെണ്ണാണ് നീ. പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാണു നീ. താങ്ക് യു സർ. താങ്ക് യു. ഒരു കാര്യം കൂടെ പറയണം. അതായത് ഇതിനകത്ത് യേശുദാസിന്റെ ഒരു പാട്ടുണ്ട്. യേശുദാസ് ആദ്യം പാടിയ പാട്ടെന്ന് വേണേൽ പറയാം. കാരണം മുഴുവൻ പാട്ട് നേരത്തെ പാടിയ 4 വരിയേ ഉള്ളായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ. അപ്പൊ ഇതിനകത്തെ കർത്താവേ എന്നുള്ള പാട്ട് യേശുദാസാണ് പാടിയത്. അത് പാടാനായിട്ട് യേശുദാസിന് കൊടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യം ദേവരാജൻ സമ്മതിച്ചില്ല. കാരണം നല്ല യേശുദാസ് പാട്ടുകാരൊന്നും അല്ലായിരുന്നല്ലോ, സമ്മതിച്ചില്ല. നമ്മുടെ ദേവരാജെ കൊണ്ട് തന്നെ പാടിക്കുന്നു. പക്ഷേ കുഞ്ചാക്കോയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ആ പാട്ട് യേശുദാസിന് കൊടുത്തത്. ദയാപരനായ കർത്താവേ ഈ ആത്മാവിൽ കൂട്ടായിരിക്കണമേ. ശവസംസ്കാര സമയത്ത് പാടുന്നതായ പാട്ട്. ആ പാട്ടാണ് മുഴുനീളം പാട്ട് ആദ്യമായിട്ട് യേശുദാസ് പാടുന്നത് ഈ സിനിമയിൽ. അതിന് മുമ്പ് മറ്റേ ശ്രീനാരായണ 4 വരി മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഈ പാട്ട് പാടുന്നുണ്ടോ? ഷേർലി മാം ആരെങ്കിലും? ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് 4 വരി പാടിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇഷ്ടമുള്ള പഠിക്കോ. ഇഷ്ടമുള്ളത് സ്റ്റാർട്ട് ചെയ്തോ. ഓ പെരിയാറെ. അതെ അതെ അതെ, ഇത് തന്നെയാണോ? ആദ്യം മുതൽ പാടാം. പഠിക്കോ. പെരിയാറേ പെരിയാറേ
പവനയുടെ പനീരേ കുളിരും കൊണ്ട് കുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ, ഒരു മലയാളി പെണ്ണാണു നീ. മയിലാടും കുന്നിൽ പിറന്നോ, പിന്നെ മയിലാഞ്ചി വളർന്നോ, നാടൻ പെണ്ണാണു നീ, നാടൻ പെണ്ണാണു നീ. പൊന്നലകൾ പോകാനൊരുങ്ങുകയാണല്ലോ മലയാളി പെരുന്നാള് കൂടണം ശിവരാത്രി കാണണം നീ, ആലുവ ശിവരാത്രി കാണണം നീ. താങ്ക് യു. താങ്ക് യു. ശരി, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഓക്കെ, അടുത്ത പാട്ടിലേക്ക് പോവാം. ഇതും അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ്. മലയാളികൾ എന്നെന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഗാനമാണ് അല്ലിയാമ്പിൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. ഈ ഒരു പാട്ട് പി ഭാസ്കരൻ സാർ തന്നെ എഴുതിയതാണ്. അതുപോലെ തന്നെ KG ദാസേട്ടനാണ് ഇത് പാടിയിരിക്കുന്നത്. ശങ്കരാഭരണത്തിന്റെ ഒരു രാഗത്തില് റോസി എന്ന ഫിലിമിലെ അല്ലെ. ഇതിപ്പം ലൗഡ് സ്പീക്കറിൽ അടുത്ത കാലത്ത് ലൗഡ് സ്പീക്കർ എന്നുള്ള ഒരു ഫിലിമിലെ ഈ പാട്ട് വീണ്ടും കോപ്പി ചെയ്യുകയുണ്ടായി. നമ്മളെല്ലാവരും അത് ഏറ്റുവാങ്ങിയതാണ്. നമുക്ക് ഈ മനോഹരമായ ഗാനത്തിലേക്ക് പോകാം. ടീച്ചറെ, പിന്നെ ഈ ഗാനത്തിന്റെ നമ്മുടെ പുതിയ ലൗഡ് സ്പീക്കർ എന്ന സിനിമയിൽ പാടിയിരിക്കുന്നത് യേശുദാസിന്റെ മകനാണ്, വിജയ് യേശുദാസ് ആണ്. അതിൽ ചെറിയ ഒക്കെ നടത്തിയിട്ടുണ്ട്. ബിജിലാൽ എന്ന് പറയുന്ന ഒരു സംഗീത സംവിധായകൻ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ പാട്ട് പോലെ തന്നെ ഒരേപോലെ നമുക്ക് വെക്കാവുന്ന രണ്ട് ഗായകരെയാണ് നമുക്ക് അച്ഛനും മകനുമായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ പാട്ടിന്റെ സംഗീതം എന്ന് പറയുന്നത് ആദ്യത്തേല് KV ജോബ് എന്ന് പറയുന്ന സാറാണ്. അപ്പൊ ഇത് നല്ലൊരു പാട്ടാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് തണ്ടൊടിഞ്ഞ താമര പോലെ നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, അതായത് പിന്നെ അത് നമ്മുടെ മറ്റേ ഷിബു സാറല്ലല്ലോ, മറ്റേ സാറ് ഈ പിന്നെ പാട്ടിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഷിബു ചക്രവർത്തി സാറ് ഇതിന്റെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഇതിനെ കുറിച്ച്. അത് വളരെ മനോഹരമായിട്ടാണ് സാർ അത് അവതരിപ്പിക്കുന്നത്. അത് ഇങ്ങനെയാണ് സാറ് പറഞ്ഞതൊക്കെ. പിന്നെ അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, നിന്നെ താഴവാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു, പിന്നെ തണ്ടൊടിഞ്ഞ താമരകൾ കൊണ്ടുവന്നപ്പോൾ പിന്നെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്, പിന്നെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്, അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം, അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം.
ഓക്കെ, അടുത്ത വരികൾ അതിന്റെ തൊട്ടടുത്ത വരികൾ പാടിയാൽ നന്നായിരുന്നു. പാടണോ? ഷേർലി മാം, ആര് പാടുന്നത്? ഷേർലി മാം പാടണോ? അങ്ങനെ പാടിക്കൂ. ഷേർലി മാം ആരാ ജോയിൻ ചെയ്യുന്നത്? കാട് പൂത്തല്ലോ ഞാവൽ കാപ്പഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എന്റെ കൈ പിടിച്ചിടാൻ അന്ന് മൂളിപ്പാട്ട് പാടിത്തന്ന മൂളം തത്തമ്മേ ഇന്നീ ആളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു ഇന്നീ ആളൊഴിഞ്ഞ കൂട്ടിലെന്തേ വന്നു ചേരാത്തു അല്ലിയാമ്പൽ കടവില് നരയ്ക്കും വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കരിക്കിൻ വെള്ളം. ഓക്കെ. ഷാബു സാർ വന്നിട്ടുണ്ടല്ലോ. ഷാബു സാർ വന്നിട്ടുണ്ട്. സാർ നമസ്കാരം. ഷാബു സാർ എന്താന്ന് അത് തിരിയണില്ല ഇവിടുന്ന് നെറ്റ് ശരിക്കും ക്ലിയർ ആവുന്നില്ല. മനോജ് കുമാർ സാർ സാറേ ക്ലിയർ ആവുന്നില്ല. സാർ ജോയിൻ ചെയ്യുന്നുണ്ടോ? ആർക്ക് എന്താ ക്ലിയർ ആവാത്തെ? ലിറിക്സ് ആദ്യം ക്ലിയർ അല്ലായിരുന്നു, ഇപ്പൊ ആയി സാറേ. ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, പാട്ടെ. താമരപ്പൂനീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. പിന്നെ കണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. അല്ലിയാമ്പൽ കടവിലങ്ങരയ്ക്ക് വെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അന്ന് നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താങ്ക് യു. താങ്ക് യു സർ. ആരാ അടുത്തത്? രമാവതി മാം ആണോ? കാടു പൂത്തല്ല ഞാവൽ കാപ്പഴുത്തല്ല ഇന്നും കാലമായില്ലേ എന്റെ കൈ പിടിച്ചിടാൻ. കാടു പൂത്തല്ലോ ഞാവൽ കാപ്പഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എന്റെ കൈ പിടിച്ചിടാൻ. അന്ന് മൂളിപ്പാട്ട് പാടിത്തന്ന മുളം തത്തമ്മേ ഇന്നിയാളൊഴിഞ്ഞ കൂട്ടിലെന്ത് വന്നു ചേരാത്തു. ഇന്നീ ആളൊഴിഞ്ഞ കൂട്ടിലെന്ത് വന്നു ചേരാത്തു. അല്ലിയാമ്പൽ കടവിലം നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. രാജു സാർ ഇനി ആരാ? ഞാൻ സാർ പാടുന്നുണ്ട്. ആരാ? ബീനമ്മ. ഓക്കെ. താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു.
താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാടി, നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. ിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂവള്ളം. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. താങ്ക് യു. താങ്ക് യു. ജ്യോതികുമാർ സാറ് പാടിയില്ലല്ലോ. സാറ് റെഡിയാണോ? ഷാജി സാറ് പാട്ട് പാടാൻ റെഡി ആവണേ. ഷൈനി മാം ഉണ്ടെങ്കിൽ ഒന്ന് റെഡി ആവാൻ പറയണേ. അടുത്ത ഷാബു സാറ് പാടട്ടെ. സാറ് ഈ പാട്ടിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്ന ആളുമാണ്. ഷാബു സാർ, പിന്നെ മനോജ് കുമാർ സാറൊക്കെ പാടും. കഥയും കൂടെ ഒന്ന് പറയണം സാറേ. എല്ലാവരും പാടട്ടെ, ഞാൻ കേൾക്കാനാ വന്നിരിക്കുന്നത്. എപ്പോഴും അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല സാറേ. അതിന്റെ പിന്നണിയിലുള്ള കഥയൊന്ന് പറയൂ സാർ. എന്തായാലും സന്തോഷം. എനിക്ക് ഈ പാട്ടിന്റെ ഓർമ്മ വരുമ്പോ ജോബ് മാസ്റ്ററാണ് ഓർമ്മ വരുന്നത്. സംഗീത സംവിധായകൻ ജോബ് മാസ്റ്റർ, ഫോർട്ട് കൊച്ചിയിലുള്ള അദ്ദേഹം. അപ്പൊ ഈ പാട്ടിനൊരു എന്താ ഒരു വിധിയുണ്ട്. ഈ പാട്ട് ആദ്യം പാടേണ്ടത് നമ്മുടെ ഉദയഭാനു സാറായിരുന്നു ആദ്യം പാടേണ്ടത്. അന്നത്തെ ഗായകൻ അദ്ദേഹമായിരുന്നു. അപ്പൊ അദ്ദേഹം പാടുവാനായിട്ട് എല്ലാം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു, റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒക്കെ ബുക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷെ ആ സമയത്തായിരുന്നു അദ്ദേഹത്തിന് പനി ബാധിച്ചത്. ഈ പാട്ട് പാടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പൊ പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ യേശുദാസ് ആയിരുന്നു. അപ്പൊ ദാസേട്ടനോട് പറഞ്ഞപ്പോ ദാസേട്ടൻ പറഞ്ഞു, ഇല്ല, അത് ഉദയഭാനു ചേട്ടന്റെ പാട്ടല്ലേ, അത് ഞാൻ പാടില്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ സംവിധായകരൊക്കെ നിർബന്ധിച്ചിട്ടും അദ്ദേഹം കൂട്ടാക്കിയില്ല. അവസാനം ഉദയഭാനു ചേട്ടൻ തന്നെ യേശുദാസിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദാസ് ഈ പാട്ട് പാടണം, ഇതെന്റെ ഒരു അപേക്ഷ കൂടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ദാസേട്ടൻ ഈ പാട്ട് പാടിയത്. അത് പിന്നെ ചരിത്രമായില്ലേ. അല്ലിയാമ്പൽ ഒരു ക്ലാസിക് പാട്ട് തന്നെയായി, മലയാളത്തിന്റെ ഒരു ക്ലാസിക് പാട്ട് തന്നെയായി, എക്കാലത്തെയും ഹിറ്റ്. അതെ, പുതിയ ആൾക്കാരൊന്നും പഴയ ആൾക്കാരൊന്നും ഭേദമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഇഷ്ടത്തോടെ മൂളുന്ന പാടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടായി അല്ലിയാമ്പൽ കടവ്. എന്റെ ലിറിക്സും വളരെ രസമാണ്. താമരപ്പൂ നീ ദൂരെ കണ്ടുമോഹിച്ചു, അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന പൂ പൊട്ടിച്ചു. അതൊക്കെ അതിൽ കൂടെ ആ വരികളിൽ കൂടി നമ്മൾ പോകണം. അപ്പോഴാണ് അതിന്റെ പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻകവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട്. ഒരു സന്തോഷത്തിന്റെ ഈ താമരക്കാട് എന്ന് ഉദ്ദേശിക്കുന്നത് ആ സന്തോഷത്തിന്റെ ഒരു എക്സ്റ്റസി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ വളരെ മനോഹരമായിട്ടുള്ള വരികളും അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള സംഗീതവും അതിമനോഹരമായിട്ടുള്ള ആലാപനം എല്ലാം കൂടിയാണ് ഈ പാട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ശരി, നിങ്ങൾ പാടിക്കോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. താങ്ക് യു സാർ. മനോജ് കുമാർ സാർ, ഇത് നമ്മുടെ വരികൾ ക്ലിയർ അല്ല, ശരിയാണോ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ എനിക്ക് ശരി, ഓക്കെ. ഓക്കെ. വേണുഗോപാൽ സാർ പാടിയോ? ശരിയാണ്. ഇതിനകത്ത് ജ്യോതികുമാർ സാർ പാടിയില്ലല്ലോ, ഒന്നും പാടിയിട്ടില്ല. ഈ പാട്ട് ഇഷ്ടപ്പെട്ടാണ് ജോർജ് സാർ പാടാൻ പറ്റുന്ന അവസരമാണെങ്കിൽ പോകുന്നതിന് മുമ്പ് ഒരു 4 വരി പാടാം. അല്ലെങ്കിൽ ഇനി പാടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് പാടി നോക്കോ? വേണുഗോപാൽ സാർ പാടിയിട്ടില്ലല്ലോ. വേണുഗോപാൽ സാർ പാടി. ഷാജി സാറെ റെഡിയാണോ? ഷൈനി മാം റെഡിയാണോ? അവർ രണ്ടുപേരും കൂടെയാണ് അതിൽ കയറുന്നത്. ഷൈനി മാം നല്ലൊരു ഗായികയാണ്, രംഗത്തേക്ക് വന്നിട്ടില്ല, വരാൻ വേണ്ടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് എപ്പോഴും. അടുത്ത ആള് പാടി കഴിയുമ്പോഴേക്കും ഒന്ന് റെഡി ആവണേ. പിന്നെ ഇപ്പൊ ആരാ സാറേ ഇനി പാടാനുള്ള ടീച്ചറെ? ഞാൻ പാടാം സാർ. പാട്ട് വായിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് വായിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ട്.
ഓക്കെ. ജോർജ് സാർ ഒരു 4 വരി പാടാല്ലേ? ജോർജ് സാർ പാടുന്നു. താങ്ക് യു. ഞാൻ പാടിക്കോട്ടെ? ഓക്കെ ഓക്കെ. ആ പാടിക്കോ. പാടിക്കോ സാറിന് ബിസി എന്ന് പറഞ്ഞു. അല്ലിയാമ്പൽ കടവിലിന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം താമരപ്പൂ നീ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാന് നീന്തി ചെന്നു പൂവ് പൊട്ടിച്ചു പിന്നെ കണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളിൽ കണ്ടു മറ്റൊരു താമരക്കാട് പെണ്ണെ നിൻ കവിളിൽ കണ്ടു ഞാനൊരു താമരക്കാട് അല്ലിയാമ്പൽ കടലിനരയ്ക്കു വെള്ളം നമ്മുടെ അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. താങ്ക് യു. മേഡം ഞാൻ പാടിയില്ല. സാറേ നല്ല സൂപ്പർ സെലക്ഷൻ ആണ്. ജോർജ് സാർ അത് പാടുമ്പോ ജോർജ് സാറിന് കുറച്ച് ഗദ്യത ഇല്ലേന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്, പണ്ടത്തെ കാര്യം എന്തോ ഓർമ്മിച്ചിട്ട്. ഉണ്ട് രമാദേവി ഞാൻ ഓർത്തതാ. ചോദിക്കണോന്ന് ഇത് ആർക്കാണ് താമര ഒടിച്ചുകൊണ്ട് കൊടുത്തതെന്ന്. സാറെന്തായാലും ഇതൊരു ഓർമ്മകൾ പുതുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. ഇവിടെ ഇരുന്ന് പലരും താമരത്തണ്ട് ഒടിക്കാൻ പോയിട്ടുണ്ടാവും സാറേ. എന്തായാലും രാജ് സാറിന്റെ പാട്ട് കേൾക്കാം. അതെ 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 എല്ലാവരും മനസ്സിലല്ലേ? അതെ തീർച്ചയായിട്ടും. ശരിയാ സാറേ. ഈ സമൂഹത്തിൽ തന്നെയല്ലേ നമ്മളൊക്കെ എനിക്ക് വളർന്നേ. അല്ല സാറേ, സാറ് താമര ഒടിക്കാൻ പോയെങ്കിൽ ഞങ്ങൾക്ക് താമര കിട്ടിയിട്ടുണ്ട് സാറേ, അതുകൊണ്ടാ. കറക്റ്റാണ്. രാജ് സാറെ പാടിയാലോ? ഓക്കെ. നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം യാമ്പൽ കടവില നരയ്ക്കു വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം. താങ്ക് യു. നമുക്ക് നമ്മുടെ സമയം കൂടെ പരിഗണിച്ചിട്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാൻ കാര്യം. കുറെ പാട്ടുകൾ ജോർജ് സാറിന്റെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇനിയും കുറെ കൂടെ പാടാനുണ്ട്. അതുകൊണ്ട് സമയം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? പോകാം സാറേ. അപ്പൊ ശരറാന്തൽ തിരിതാണു. യെസ്. അപ്പൊ അതിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് തോന്നുന്നു ഉഷേ നമ്മളെ ഷാബു സാർ പറയുന്നതായിരിക്കും ഉചിതം. പിന്നെ ഷാബു സാറ് ആണല്ലോ അതേ കുറിച്ച് പറയാനുള്ള ആള്. ഞാൻ കേൾക്കാനും വന്നിരിക്കുന്നത്, പാട്ട് കേൾക്കാനും വന്നിരിക്കുന്നത്. പ്ലീസ്. അതുപോലെ തന്നെ കായലും കയറും എന്ന ചിത്രത്തിലെ പാട്ടാണ്. ദാസേട്ടന്റെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. എന്തായാലും ജോർജ് സാറ് വളരെയധികം മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ആയിരുന്നു. മലയാളം ഏറ്റെടുത്ത വരികളാണ് ജോർജ് സാറിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് മ്യൂസിക് കൊടുത്തിരിക്കുന്ന KV മഹാദേവൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറാണ്. അതുപോലെ തന്നെ പൂവച്ചൽ ഖാദർ സാറിന്റെയാണ് വരികള്. നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് ഇതല്ലേ. ഇതും കുറേശ്ശെ അധികം എല്ലാവരും സ്വപ്നം കണ്ട് നടന്ന ഒരു പാട്ടാണ്. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിൽ. KV മഹാദേവൻ തമിഴിലെ ഏറ്റവും നല്ല സംഗീതജ്ഞനാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് മലയാളത്തിൽ ഇത് പാട്ടിന് വേണ്ടി കൊടുക്കുന്നത്. KV മഹാദേവൻ തമിഴിലെ വലിയൊരു. അപ്പൊ സാറ് തന്നെ അതിന്റെ 2 വരി പാടൂ സാറേ ആദ്യം. പാടാൻ ശരിയാവുന്ന അറിയില്ല. പാടിക്കോ സാറേ. ശരറാന്തൽ തിരിതാണു മുകിലിൻ പൂവിൽ
മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു ശരാന്തൽ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ഓക്കെ, താങ്ക് യു. ഇത്രയും താങ്ക് യു. ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ശരറാന്തൽ തിരിതാഴും മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. മകരമാസക്കുളിരിൽ അവളുടെ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. വരികില്ലേ നീ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരികില്ലേ. ശരറാന്തൽ തിരിതാഴും മുകിലിൽ കിടന്നു. സൂപ്പർ സൂപ്പർ. ഞാനൊന്ന് ശ്രമിക്കാം സാറ്. ഓക്കെ. അതെ. ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൽ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൽ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. വരികില്ലേ നീ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരികില്ലേ. അലയുടെ കൈകൾ കരുതും തരിവളയണയാൻ വരികില്ലേ. ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. താങ്ക് യു. താങ്ക് യു. നമ്മുടെ ജ്യോതികുമാർ സാറിനെ കാണാനില്ല. സാറ് രണ്ടുപേരി പാടുന്നു അതിന്റെ. യെസ് സർ, ഞാനിവിടെ ഉണ്ട്. Yes, sir. വരൂ സാർ, ഒന്ന് പാടി സാർ. സാറിന്റെ പാട്ടിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. സാറിന്റെ മൈക്കൊക്കെ ഉണ്ട്. സാറ് ഞങ്ങളിപ്പോഴും ആ ശങ്കരാഭരണത്തിന്റെ ഹാങ് ഓവറിലാണ്. സാർ ഇപ്പൊ ഈ ശരാന്തരം ഒന്ന് പാടിത്തരൂ പ്ലീസ്. നിങ്ങളൊക്കെ അത് സഹിച്ചതിന് ഞാനേ നന്ദി പറയട്ടെ. മാസ്റ്റർ ശങ്കരാഭരണത്തിന്റെ സംഗീത സംവിധായകൻ തന്നെയാണ് കെ വി മഹാദേവൻ. മഹാദേവൻ സർ. ഈ ഒരു ഫിലിമിലെ കായലും കയറുന്നുള്ള ഒരു ഫിലിമിന് മനോഹരമായിട്ട് മറ്റൊരു പാട്ടും കൂടെ ഉണ്ടല്ലേ സാറേ? ചിത്തിരത്തോണിയിലക്കര പോകാം എത്തിടാമ പെണ്ണേ. പെണ്ണേ ഒന്നുകൂടി ആ തുടക്കം ഒന്ന് കാണിക്കോ സാർ? തുടക്കം. ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു. വരികില്ലേ നീ വരികില്ലേ. ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ
മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. മതി, അത്രയേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് അത്ര ശരിയാവില്ല, എന്നാലും ഒന്ന് പാടിയതാ. ഓക്കെ, താങ്ക് യു. മനോജ് സാറേ, യെസ് സാർ. മനോജ് സാറേ, നമ്മളെ കൊണ്ട് എന്താ പറയാ, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയാണ്. ശരി ശരി, ഓക്കെ. അങ്ങനെയല്ല സാർ, നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പാട്ട് പാടുക എന്നുള്ളത് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. പാട്ടിൻ്റെ ക്വാളിറ്റി നമ്മൾ ഇവിടെ എല്ലാവരും പറയുന്നവരെല്ലാം അത്യാവശ്യം പാടുന്നവർ തന്നെയാണ്. നമ്മളൊന്നും ഗായകരല്ല, പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ല. എങ്കിലും അതല്ല ഈ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. സാബു സാറൊക്കെ ഉണ്ട്, അപ്പം പാട്ടിനെ കുറിച്ച് കൂടുതൽ ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ ഷെയർ ചെയ്യും, പാട്ടിനെ കുറിച്ചുള്ള പിന്നാമ്പുറ കഥകൾ പറയുക. ഈ ഷാബു സാറും എന്താ പറയാ ഷീല മേഡം ഒക്കെ ഉള്ളപ്പോ പാടാനൊരു നാണം. അല്ല, അയ്യോ അങ്ങനെ കരുതണ്ട സാറേ, സാറേ അതെ. അങ്ങനെ പറയരുത് സാറേ. ഒരു കാര്യമുണ്ട്, ഷാബു സാറും മനോജ് സാറൊക്കെ ഓർക്കുന്നോ, നമ്മുടെ ചെറുപ്പകാലത്ത് ഇത് റേഡിയോയിലൂടെ ഈ രാത്രിയില് ചലച്ചിത്ര ഗാനങ്ങളിൽ വരും. അതെ. എന്റെ ദൈവമേ, അത് കേട്ട് കിടന്നുറങ്ങുമ്പോ എന്തൊരു സുഖമായിരുന്നു സാറേ, ശരിയാണ്. അല്ലെ? അതെ. അത് ഈ പാട്ട് മിക്കവാറും കാണും. നമ്മളും ആ വള്ളത്തിൽ നിന്ന് മോഹനോടൊപ്പം തുഴഞ്ഞു പോകുന്നത് പോലെ തോന്നുമായിരുന്നു. അന്നാകെ തീർച്ചയായിട്ടും റേഡിയോ ടീച്ചറെ. മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ആശ്രയം. അതും അതെ അതെ ആ പ്രായം തുറന്നു പറയാൻ പറ്റാത്ത ഒരു പ്രായം. അപ്പോ അതെ. ഇതൊക്കെ വല്ലാതെ നമ്മളെ സ്വാധീനിച്ചതാണ്. കറക്റ്റ്. തീർച്ചയായിട്ടും അതൊന്നും അതാ ഓർമ്മകളൊക്കെ നമ്മളെ തിരികെ പഴയ കൊണ്ടുവരാൻ കാലത്തേക്ക് വേണ്ടിയിട്ട് കൈപിടിച്ച് പോവുക. തീർച്ചയായിട്ടും നമ്മളെ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ജോർജ് സാറിന്റെ ഈ പാട്ടിന്റെ സെലക്ഷൻ അല്ലെ ടീച്ചറെ, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സെലക്ഷൻ ആണ്. ഓർക്കുന്നില്ലേ മനോജ് സാറ്, രമാവതി മാമൊക്കെ ഓർക്കുന്നില്ലേ ഈ പാട്ടിന്റെ നമ്മുടെ കാലത്തെ ആ ഒരു സുഖം തീർച്ചയായിട്ടും. ഈ പാട്ട് കേൾക്കുമ്പോ? ഏറ്റവും അധികം ആസ്വദിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് വളരെയധികം ആസ്വാദ്യകരമായി തോന്നിയ ഒരു പ്രായമായിരുന്നു അന്ന്. അതെ അതെ, ശരിക്കും അതിപ്പോ ഉഷ മേഡം, അതിപ്പോ പെരിയാറ്, നമ്മളെ പെരിയാറ് ഇല്ലേ, അതൊക്കെ ഉവ്വ. പാടിയിട്ട് ഉഷ മേഡത്തിനെ പോലുള്ള സുന്ദരികളുടെ പിന്നാലെ എത്ര നമ്മളെല്ലാം നടന്നിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ അല്ലാതെ സാറേ, എന്നെ പറയാൻ എത്ര മിസ്സായി പോയി. ഇപ്പൊ അതൊക്കെ ഓർത്തിട്ട് സഹിക്കാൻ പറ്റണില്ല. എത്ര പേര് പാടി നടന്നതാ, മിസ്സായി പോയി ഉഷമേം സാറേ. ഉഷമേം അന്നേരം സ്ത്രീകൾക്കൊക്കെ നല്ല തിക്കായിട്ട് നല്ല നീണ്ട മുടികൾ ഉണ്ടായിരുന്നു. അഴിഞ്ഞ വാർമുടിച്ചില് അതുപോലെ തന്നെ കുളിക്കാനൊക്കെ പറ്റുമായിരുന്നു. നഗരം കാണാത്ത നാടൻ പെണ്ണായിരുന്നു അന്നൊക്കെ അല്ലെ. ഇപ്പൊ ഹസീന പാടാൻ വന്നിട്ടുണ്ട്. നമുക്ക് ഹസീനയോട് ഈ പാട്ടൊന്ന് പാടാൻ പറയാം, ഒരു 4 പേര് അല്ലേ ടീച്ചറെ? അതെ അതെ അതെ. ഹസീന ഒരു പാട്ടിന്റെ പാട്ട് വിശേഷത്തില് ആദ്യത്തെ എന്താ സാർ? അല്ല, പറഞ്ഞോളൂ 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 ടീച്ചർ. സാറ്, നമുക്ക് ഹസീന നല്ലൊരു പാട്ടുകാരിയാണ്. നമുക്ക് ഹസീന ഈ പാട്ടൊന്ന് പാടാനായിട്ട് ക്ഷണിക്കാം. ഹസീന പ്ലീസ് ജോയിൻ ചെയ്യാമോ? ഹസീന കഥ പറഞ്ഞ് നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ച ഒരു കഥാകാരി കൂടിയാണ്, നല്ലൊരു ഗായിക കൂടിയാണ്. ഹസീന ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹസീനയെ ക്ഷണിക്കാം ഹൃദയപൂർവ്വം. ഹസീന അൺമ്യൂട്ട് ചെയ്യാവോ? നമുക്ക് ഹസീന വരുന്നിടവരെ നമുക്ക് അടുത്ത പാട്ടിലേക്ക് അടുത്തതിലേക്ക് പോകാം. ഷായി സാറ് റെഡിയാണോ? ഷൈനി മാം റെഡിയാണോ? ഞാൻ ആരാ ഷാനിയുള്ളത്? ജോർജ് സാറ്. ജോർജ് സാറ്. ജോർജ് സാറ് പാടിക്കോളൂ. ജോർജ് സാർ പാടിക്കോ. താങ്ക് യു സാർ. ഓക്കെ. വരികില്ലേ നീ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ, വരികില്ലേ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ, വരികില്ലേ ശരറാന്തൽ തിരിതാണു മുകിലിൻ കുടിലിൽ, മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു, അവൾ അലർവിടർന്ന മടിയിൽ അവളുടെ അഴിഞ്ഞ വാർമുടിച്ചുരുളിൽ ഒളിക്കുവാനൊരാ തോന്നൽ രാവിൽ. താഴെയുള്ള ലൈൻ തെളിയുന്നില്ല മാം. ഓക്കെ. ശരറാന്തൽ തിരിതാടും മുകിലിൻ കുടിലിൽ, മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു. താങ്ക് യു സോ മച്ച്. ഹലോ.
അലയുടെ ഞാനൊന്ന് പാടിയേക്കാം കൈകൾ പക്ഷെ മാം ആ ഞാൻ യെസ് നോക്കിക്കോട്ടെ. ബീന മാം. അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരുന്നില്ലേ ശരറാന്തൽ തിരിതാണു മുള്ളിൻകുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ വീടന്നു അലർവിടന്ന മടിയിൽ അവളുടെ അഴിഞ്ഞ മാർമുടിച്ചതുള്ളിൽ ഒളിക്കുവാനൊരു തോന്നൽ രാവിൽ. ഇത്രേ ഉള്ളൂ ഇതില്. താങ്ക് യു. യെസ് ഞാനൊന്ന് ബീന മാം. നോക്കട്ടെ. ആ യെസ് ആരാ? ആ യെസ് അലറിടന്ന പഠിക്കാം. മടിയിൽ അവളുടെ അഴിഞ്ഞ വാർമുടി ചുരുളിൽ ഒളിക്കുവാനൊരു തോന്നൽ രാവിൽ കിളിർത്തു നിൽക്കുന്നു. വരികില്ലേ നീ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരികില്ലേ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരികില്ലേ ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു ശരറാന്തൽ തിരി താണു മുകിലിൻ കുടിലിൽ മൂവന്തി പെണ്ണുറങ്ങാൻ കിടന്നു മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു മകരമാസക്കുളിരിൽ അവളുടെ നിറഞ്ഞ മാറിൻ ചൂടിൽ മയങ്ങുവാനൊരു മോഹം മാത്രം ഉണർന്നിരിക്കുന്നു വരികില്ലേ നീ അലയുടെ കൈകൾ കരുതും തരിവളയണിയാൻ വരികില്ലേ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ടീച്ചർ ഇത് അടുത്ത പാട്ടിലേക്ക് പാടാനുള്ളത് പോകാം ടീച്ചറെ. അടുത്ത പാട്ടിലേക്ക് പോവാം സാറേ. ഒരു മിനിറ്റ് ഒരു വാക്ക് പറയട്ടെ. അപ്പൊ ആ എല്ലാവരും ശരി. പ്രണയത്തെ കുറിച്ചും അവരുടെ കാലഘട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഉവ്വ്. പാട്ട് എഴുതുന്ന കാലത്ത് നമ്മുടെ പൂച്ചൽ ഖാദറിന് ഏകദേശം 24-25 വയസ്സുള്ളൂ. കല്യാണം ആ കഴിച്ചിട്ടില്ല. ആ പൂച്ചൽ ഖാദർ എന്ന് പറഞ്ഞ ആള് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയ ഒരു കവികളിൽ ഒരാളാണ്. പൂച്ചൽ ഖാദർ, ബിച്ചു തിരുമല, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, അതുപോലെ തന്നെ ഗിരീഷ് ആ പുത്തഞ്ചേരി, ഇവരാണ് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക ഈ സമയത്ത്. ആരുടെ? പൂച്ചൽ ഖാദറുടെ. ഈ പാട്ടുകൾ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കല്യാണം. അപ്പൊ ആ പെണ്ണിനെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പാട്ട് എഴുതിയത്. അതാണ് ഇത്രയും മനോഹരമായത്. അതിൽ ആ ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാം എത്തിടാമോ പെണ്ണെ, ചിറയിൻ കീഴിലെ പെണ്ണെ. അതിന്റെ അടുത്ത വരിയിലെ ചിറയിൻ കീഴിലെ പെണ്ണെ. അദ്ദേഹത്തിന്റെ കല്യാണം കഴിക്കുന്നത് ചിറയിൻ കീഴിൽ നിന്നായിരുന്നു. ഓ അത് ശരി. അദ്ദേഹം ഈ പാട്ടിൽ അദ്ദേഹം എഴുതി ചിറയിൻ കീഴിലെ പെണ്ണ് എന്ന് പറഞ്ഞ് തന്റെ പ്രണയിനെ കൂടി ഈ പാട്ടിൽ ഉൾക്കൊണ്ടു അദ്ദേഹം കൊണ്ടുവന്നു. ഒരു സ്ഥലത്തെ ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണ്. ടീച്ചറെ സാറ് വരണം ഇങ്ങനത്തെ കഥകളൊക്കെ കേൾക്കണമെങ്കിൽ. ഇപ്പൊ കണ്ടോ സാറ് വരണുണ്ടോ? സാറിന്റെ ഈ അവതരണം വളരെ ഹൃദ്യമാണ്. നമുക്ക് പുതിയ ഒരുപാട് ഒരു പ്രത്യേക ഒരു അനുഭൂതിയിലേക്ക് നമ്മൾ പോകും. കാരണം ഈ ചിറയൻകീഴ് എന്നുള്ള വാക്ക് എന്തുകൊണ്ട് ഈ പാട്ടിൽ വന്നു എന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിറയൻകീഴ് എന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലം ഒരു കായലൊക്കെ ഉള്ള സ്ഥലമാണെന്നുള്ളതല്ലാതെ പിന്നെ പ്രേം നസീറിന്റെ സ്ഥലമാണ് എന്നുള്ള, സാറിന്റെ സ്ഥലമാണെന്നുള്ളതും ആണ് പ്രത്യേകത. പിന്നെ ശാർക്കര ക്ഷേത്രത്തെ കുറിച്ചും ഒക്കെ. പക്ഷെ ഈ പാട്ടിൽ ഇത് വന്ന് എന്താന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. താങ്ക് യു സർ. ഭയങ്കര ഒരു ഡൗട്ട് എനിക്ക് ക്ലിയർ ആക്കി തന്നതിന്. ഇതെന്നെ ടീച്ചറെ, ഇത് സർവ്വവിജ്ഞാന കോശം എന്ന് അങ്ങനെ നമുക്ക് പേരിടാം അല്ലേ സാറിന്? അതെ അതെ, പാട്ടിന്റെ പാട്ടാഴിയാണ് സാറ്. അന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്നാനാം കൊച്ചുതുമ്പി എന്റെ കൂടെ പോരുമോ നീ എന്നുള്ള ജോർജ് സാറിന്റെ അടുത്ത ഇഷ്ടഗാനത്തിലേക്ക് പോകാം അല്ലേ? അതെ അതെ, അത് മനോജ് സാർ ഫസ്റ്റ് പാടി വേണം നമുക്ക് തുടങ്ങാൻ. മനോജ് കുമാർ സാർ തന്നെ തുടങ്ങണം. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഇതിന്റെ ട്യൂൺ എങ്ങനെയാന്നുള്ള. ഒന്ന് പാടിത്തരുമോ? ടീച്ചർ തന്നെ അതിന്റെ ട്യൂൺ ഒന്ന് പാടി കൊടുക്കുമോ ടീച്ചറെ? കൊച്ചുതുമ്പി എന്റെ കൂടെ പോരുമോ നീ, നിന്റെ കൂടെ പോന്നാൽ എന്തെല്ലാം തരും എനിക്ക്. അതാണ് അതിന്റെ ട്യൂൺ. കുട്ടികൾ പാടുന്നത്.
കുടിക്കാനോ അല്ല കളിപ്പാനോ അങ്ങനെയാ. കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ജോർജ് സാറിന്റെ മകന്റെ കുട്ടിക്ക് വേണ്ടി പാടി നടക്കുന്ന പാട്ടാണെന്നാണ് എന്റെ പൂർണ്ണ വിശ്വാസം. അപ്പൊ അത് ഇത് ജോർജ് സാറിന് പാടാൻ പറ്റിയ പാട്ടാ അല്ല ടീച്ചറെ? അതെ അതെ അതെ. ജോർജ് സാർ നന്നായി പാടുന്ന ഒരു പാട്ടായിരിക്കും, സാറിന്റെ ഇഷ്ടഗാനം. ഉണ്ടെങ്കിൽ സാറ് തന്നെ ഒരു 4 വരി പാടൂ സാറേ, ഇതിന്റെ ജോർജ് സാറേ. താങ്ക് യു മനോജ് സാർ. ഒന്നാനാം കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുമോ നീ, നിന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തരുമെനിക്ക്, കളിപ്പാനായി കളം തരുവോൻ, കുളിപ്പാനായി കുളം തരുവേൻ, ഇട്ടിരിപ്പാൻ പൊൻപലക ഇട്ടുണ്ണാൻ പൊൻതളിക, കൈ കഴുകാൻ വെള്ളിക്കിണ്ടി കൈതോർത്താൻ പുള്ളിപ്പട്ട്, ഒന്നാനാം കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുമോ നീ. താങ്ക് യു. കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുമോ നീ, നിന്റെ കൂടെ പോന്നാലോ എന്തെല്ലാം തരുമെനിക്ക്, കളിപ്പാനായി കളം തരുവേൻ, കുളിപ്പാനായി കുളം തരുവേൻ, ഇട്ടിരിപ്പാൻ പൊൻപലക ഇട്ടുണ്ണാൻ പൊൻതളിക, കൈ കഴുകാൻ വെള്ളിക്കിണ്ടി കൈതോർത്താൻ പുള്ളിപ്പട്ട്, ഒന്നാനാം കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുമോ നീ. ഷൗ സാർ, ഒരു സംശയം. ഈ പാട്ട് സിനിമയിലെ പാട്ടാണോ അത് വേറെ എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടോ ഈ പാട്ടിന്? ഇത് കൊടുത്തിട്ടുണ്ട് സിനിമയിൽ, ഞാൻ നോക്കിയിട്ടില്ല. ഇത് കുട്ടികളെ റൈംസ് പോലത്തെ സംഭവമായിരിക്കും. അല്ല, കാണുന്നില്ലല്ലോ അതില്. ഇത് കൊച്ചു കുട്ടികളെ പുസ്തകത്തിൽ പഠിക്കാനുള്ള എന്നാണ് എനിക്ക് തോന്നുന്നത്. കൊച്ചിലെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇത് ഫിലിം സോങ് അല്ല. ഇത് എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ അത്തപ്പൂക്കളം ഇടുമല്ലോ സാറേ, ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അത് വയസ്സായ ആളുകൾ പാടുന്നതാണ് കേട്ടിട്ടുള്ളത്. ഒന്നാനാം കൊച്ചു തുമ്പി തരുമെനിക്ക്, അങ്ങനെ പാടുന്നത് ചെറുതിലെ ഞാൻ കേട്ടിട്ടുണ്ട്. ജോർജ് സാറെ പറയൂ ഈ പാട്ടിനെ കുറിച്ച്. സജസ്റ്റ് ചെയ്ത് ജോർജ് സാറിന് എന്താണ് ഈ പാട്ടിനെ കുറിച്ച് പറയാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, അത് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായി ചോദിച്ചു. സാറ് പറയട്ടെ. സാറേ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിൽ വരുന്ന ഒരു പാട്ട്, ഒരു ഓർമ്മയിലുള്ള ഒരു പാട്ട്, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഇഷ്ടഗാനങ്ങൾ എന്ന് പറഞ്ഞതിനകത്ത് പെടുത്തി എന്നേ ഉള്ളൂ. ചലച്ചിത്രമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയില്ല. നോ പ്രോബ്ലം. ചലച്ചിത്രമായിട്ടൊന്നും ബന്ധം വേണമെന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞാൽ ചലച്ചിത്രത്തിലെ ആവണമെന്നില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പൊ എന്റെ കൂടെ പോരുന്നോന്ന് ചോദിച്ചൊരു, അങ്ങനെയാണ് എന്റെ കൺസെപ്റ്റ്. പണ്ട് തമിഴിൽ നിന്നാണ് അതിന്റെ ഉത്ഭവം. എന്റെ ഒറിജിൻ തമിഴിൽ നിന്നാണ്. അത് കുട്ടിക്ക് ആക്കിയെന്നുള്ളത്. ഈ നൃത്തരൂപങ്ങളിലൊക്കെ കാണാം കുറവനും കുറത്തിയും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും വരില്ല. അതിൽ നിന്ന് വന്ന പാട്ടാണത്. അതെ അതെ, അതിവിടെ കുട്ടികളുടെ സന്ദർഭത്തിൽ എടുത്തു എന്ന് മാത്രമേ അത്. പാട്ടിന് സിനിമയിലുണ്ടോന്ന് അറിയില്ല അതിനെപ്പറ്റി. ഇല്ല സാർ, ഇതേ ഒരു നമ്മുടെ പ്രിയപ്പെട്ട കവിയില്ലേ മധുസൂദനൻ നായരില്ലേ, മധുസൂദനൻ നായർ എഴുതിയ കവിതയാണിത്. ഒന്നാനാം കൊച്ചുതുമ്പി. അദ്ദേഹത്തിന്റെ ഒരു കൊച്ചു കവിതയാണിത്. ഞാൻ തമിഴിൽ നിന്നാണ് ഇത് ശരിക്കും, അവിടെ നിന്നാണ് വന്നത്. കൊല്ലങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപേ ഈ കുറവനും കുറത്തിയും തമ്മിലുള്ള ഡയലോഗ്, അതിൽ നിന്നാണ് ഇത് വന്നത്. കുറവൻ ഇങ്ങനെ ഓരോന്ന് പറയും, കുടിക്കാനായി കുളം തരുവാൻ, കുടിക്കാനായി പാൽ തരാൻ, കൽക്കണ്ടം തരാന്നൊക്കെ പറയില്ലേ. ഇപ്പൊ കണ്ണനോട് തന്നെ ചോദിക്കുന്നില്ല. ഒരു ഫേമസ് ആയിട്ടുള്ള പാട്ടുണ്ടല്ലോ, ഒരു കണ്ണനോട് ചോദിക്കുന്ന ഒരു പാട്ടുണ്ട്, പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അത് ഇതുപോലെ തന്നെ, കണ്ണനെ നിനക്ക് വെണ്ണ തരാം, അത് തരാം, ഇത് തരാം, നീ വാന്റെ കൂടെ കളവൻ തരാം നിനക്ക്, അതാണോ കൺസെപ്റ്റ് ആണ്. അപ്പൊ ആ കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഏതാ സന്ദർഭം അതിനനുസരിച്ച് കുറെ പാട്ടുകൾ ഉണ്ടാക്കേണ്ടത് ഇതുപോലെ. അത്രയേ ഉള്ളൂ. വേണുഗോപാൽ സാറിന് ഈ പാട്ട് പറഞ്ഞ ഇതായിരിക്കും, കൈനിറയെ വെണ്ണ തരാം. കൈനിറിയ വെണ്ണ തരാം. അതെ അതെ. ഈ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ ഉഷ ടീച്ചർ? നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം.
അടുത്ത പാട്ടിലേക്ക് പോകാം സാറേ. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം കേട്ടോ. കാരണം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഏറ്റവും പ്രത്യേകത കൂടിയുണ്ട്. പാട്ട്. അതായത് നമ്മുടെ ലളിതഗാനത്തിന്റെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന MG രാധാകൃഷ്ണൻ സാറിന്റെ ഓർമ്മ ദിവസമായിരുന്നു ജൂലൈ 2-ാം തീയതി. അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനും നമുക്കൊരു ട്രിബ്യൂട്ട് കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ അനുസ്മരിക്കാനായിട്ടും നമുക്കൊരു കുറച്ച് സമയം മാറ്റി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം അല്ലേ? യെസ്. 1000 പാദസരങ്ങൾ കിളിങ്ങി. ടീച്ചറെ. പാദസരങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ പിന്നെ MG രാധാകൃഷ്ണൻ സാറിൻ്റെതാണോ ഇത്? ഇത് G ദേവരാജൻ സാറിന്റെയാണ് മ്യൂസിക്. വയലാർ രാമവർമ്മ സാറിന്റെ വരികൾക്ക് ദാസേട്ടനാണ് പാടിയിരിക്കുന്ന നദി എന്ന ചിത്രത്തിലെ അനശ്വരമായിട്ടുള്ള ഗാനം. ഇത് ഈ പ്ലാറ്റ്ഫോമില് അലയടിക്കാത്ത എനിക്ക് തോന്നുന്നത് ഇഷ്ടഗാനങ്ങളിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് 1000 പാദസരങ്ങൾ കിലുങ്ങി. അത്രമാത്രം എൻജോയ് ചെയ്തിരിക്കുന്ന ഗാനമാണ്. അതെ, തീർച്ചയായിട്ടും ടീച്ചറെ. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവൃതിയോ ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഓക്കെ, താങ്ക് യു. ബാക്കി പറയട്ടെ. ഈ നിലാവും ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഓടിയെത്തും ഓർമ്മകളിൽ ഓമലാളിൻ ഗദ്ഗതവും ഓമലേ ആരോമലേ ഒന്നു ചിരി ഒരിക്കൽ 1000 പാദസരങ്ങൾ കിലുങ്ങി ആരും കാണാതെ ഓളവും തീരവും ആലും മുഴുകി ആലുവാപ്പുഴ പിന്നെയും ഒഴുകി. താങ്ക് യു. താങ്ക് യു സർ. ജോർജ് സാറുണ്ടോ? ഇല്ലെങ്കിൽ വേണുഗോപാൽ സർ. താങ്ക് യു. ഞാനൊന്ന് 2 ലൈൻ ജോർജ് സാറിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഇത്. ജോർജ് സാർ പാടുന്നുണ്ടോ? താങ്ക് യു. ഓക്കെ സർ. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി. താങ്ക് യു. അത് പാടി നോട്ടെ. ഈറനായ നദിയുടെ മാറിൽ
ഈ വിടർന്ന നീർക്കുമിളകളിൽ ഈറനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർക്കുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിർവിധിയോ ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ആയിരം പാദസരങ്ങൾ ഇലുങ്ങി ആലുവാപ്പുഴ പിന്നെയോ ഒഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ ഒഴുകി ഒഴുകി ആയിരം പാദസരങ്ങൾക്കിലും ഈ നിലാവും ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഈ നിലാവും ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഓടിയെത്തും ഓർമ്മകളിൽ ലോമലകളിൻ ഓമലേ ആരോമലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി. താങ്ക് യു. ഉഷ ടീച്ചറെ ഒരു നിമിഷം. സർ നമ്മുടെ സർ ഇന്നത്തെ ഈ സെഷനില് പ്രിയപ്പെട്ട MG രാധാകൃഷ്ണൻ സാറിന് ജോൺസൺ മാഷിനെ കുറിച്ചും അതെ നമുക്ക് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് മിക്കവാറും പങ്കുവച്ച ശേഷം നമുക്ക് അടുത്ത സെക്കൻഡ് സെഷനിൽ മറ്റുള്ള പാട്ടുകളുടെ പാടാം. അപ്പൊ ഇത് Yes, ഈ sir. MG രാധാകൃഷ്ണൻ സാറിനെയും ജോൺസൺ മാഷിനെയും ഒക്കെ ഓർമ്മിക്കാൻ വേണ്ടി ഷാബു സാറിന്റെ ഒരു ഓർമ്മക്കുറിപ്പ് എന്നുള്ള ഇവർ രണ്ടുപേരെയും കുറിച്ചുള്ള ഒരു ഓർമ്മയിൽ സാറിന് പറയാനുള്ള ചെറിയ വാക്കുകളിലും അതിനുശേഷം മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പോകാം സാർ. താങ്ക് യു. സാറ് പറഞ്ഞോ, ഞാൻ പറഞ്ഞാൽ കൂടി പോവും. സാർ തന്നെ, സാറാണ് പറയേണ്ടത്. പറഞ്ഞോളൂ, ഞാനും പറയാം. സാറാണ് തുടക്കം ഒരു ഇൻട്രോ സാറ് പറയാമെന്നായിരിക്കും ഏറ്റവും ഉചിതം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാർ ജോൺസൺ മാസ്റ്ററും അതുപോലെ തന്നെ പിന്നെ ആരാണ്? MG രാധാകൃഷ്ണൻ അല്ലേ? രാധാകൃഷ്ണൻ സാറാണ് ലളിതഗാനങ്ങളുടെ ചക്രവർത്തിയാണ് അല്ലേ സാറേ? രാധാകൃഷ്ണൻ സാറിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് അല്ലേ? വോയിസ് പോയി സാറേ. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട കാര്യം നിങ്ങൾ രണ്ടുപേരും തന്നെ പറയാ. ഞാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനൊരു 4 വരി അദ്ദേഹത്തിന്റെ ഒരു 2 പാട്ട് പാടാം. ഓക്കെ, ഒന്ന് വ്യത്യസ്തമായിക്കോട്ടെ. പറയാൻ ഒരുപാട് കാര്യം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി, അത് ഞങ്ങൾക്ക് കേൾക്കാം. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്ത് പരിഭവം മെല്ലയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്ത് നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് നീ എന്ത് പരിഭവം മെല്ലയോതി വന്നു. അദ്ദേഹത്തിന് ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു 4 വരി പാടിയതാണ്. ഓക്കെ, മനോജ് സാർ കാര്യം. അല്ല, ഇന്നത്തെ ഈ പ്ലാറ്റ്ഫോമിലെ പ്രത്യേകത അത് തന്നെയാണ്. 2 മഹാരഥന്മാരായിട്ടുള്ള മലയാള സിനിമയ്ക്ക് മറക്കാൻ പറ്റാത്ത പാട്ടുകളാണ് രണ്ടുപേരും മലയാള സിനിമയിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളത്.
എം.ജി. രാധാകൃഷ്ണൻ സാറിൻ്റെ പാട്ടുകളെ കുറിച്ച് സാറ് സിനിമാ സംഗീതം കുറച്ച് ചെയ്തിട്ടെങ്കിലും ഇവിടെ ഉഷ ടീച്ചർ പറഞ്ഞ മാതിരി അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങൾ അക്കാലത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ മാതിരി പഴയ കാലത്ത് റേഡിയോയിൽ നമ്മൾ കേട്ട മിക്ക ലളിതഗാന ഒരു ക്ലാസ് തന്നെ ഉണ്ടായിരുന്നു. ആകാശവാണിയിൽ അങ്ങനെ ഒരു സെഷൻ തന്നെ ഉണ്ടായിരുന്നു. അതിൽ കേൾക്കുന്ന മിക്ക പാട്ടുകളും രാധാകൃഷ്ണൻ ചേട്ടനാണ് അത് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം സിനിമയിലും തകര എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ എസ് ജാനകി പാടിയ മൗനമേ എന്നുള്ള പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഏറ്റവും മലയാള സിനിമയിൽ ഏറ്റവും എന്താണ് തുലിയ കൊണ്ട് വരച്ചിട്ട പാട്ടുകൾ മാത്രമേ രാധാകൃഷ്ണൻ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും, അതുപോലെ ദേവാസുരത്തിലെ ഒരു പാട്ടുണ്ട്, എന്താണ് അതെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അങ്ങനെ വളരെ വിരളമായ പാട്ടുകൾ, ഒരുപക്ഷെ ജ്യോതികുമാർ സാറിനൊക്കെ സൂര്യകിരീടം. അതെ അതെ. അപ്പം അതുള്ള ഒരുപാട് പാട്ടുകൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജോൺസൺ മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാബു സാറൊക്കെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ രാത്രിയോളം ഇവിടെ പറയേണ്ടി ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പാട്ട് പോലും മാറ്റിവെക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്. അദ്ദേഹം സിനിമാ സംവിധാനം തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയും ചെയ്ത പാട്ടുകളിൽ ഒന്നിനൊന്ന് മെച്ചമായ പാട്ടുകൾ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഒരു പാട്ട് പോലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അകാലത്തിലാണ് ഇവരൊക്കെ നഷ്ടപ്പെട്ടത് എന്നാണ് നമുക്ക് ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാവുന്നത്. ഏറ്റവും നല്ല കോമ്പിനേഷൻ ഗിരീഷ് പുത്തഞ്ചേരിയും ജോൺസൺ മാഷും കൂടെ ചെയ്ത കോമ്പിനേഷനിലാണ് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം പാട്ടുകൾ രണ്ടുപേരും കൂടെ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്, ദാമോദരൻ നമ്പൂരിയൊക്കെ അടക്കം എഴുതിയിട്ടുണ്ട്. ഏറ്റവും പക്ഷേ ഒരു കോമ്പിനേഷൻ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള പാട്ടുകൾ തീർച്ചയായിട്ടും ജോൺസൺ മാഷിൻ്റെയാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമിച്ചുകൊണ്ട് സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളൊരു ട്രിബ്യൂട്ട് ഇവിടെ രേഖപ്പെടുത്തുന്നു. മറ്റേ ആർക്കെങ്കിലും എന്തെങ്കിലും ഇവർ രണ്ടുപേരെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം. അതിനുശേഷം നമ്മുടെ അടുത്ത സെഷനിലേക്ക് പോകാം. സാറേ, എന്റെ ഓർമ്മയില് സാറ് പറഞ്ഞ പോലെ തന്നെ ലളിതഗാന പാഠം ഉണ്ടായിരുന്നു. രാവിലെ 8 മുതൽ 8:15 വരെയോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം മിക്കവാറും ലളിതഗാനം ഞാൻ സ്കൂളിൽ പാടാനായിട്ട് പഠിച്ചിരുന്നത് എം.ജി. രാധാകൃഷ്ണൻ സാറിന്റെ പാട്ടുകളായിരുന്നു. അതിൽ ഓടക്കുഴൽ വിളി എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു സന്ധ്യയിൽ പാടിയ നിർവ്യാനുരാഗിലമാം രാസ ക്രീഡാ കഥയിലെ നായികേ ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റു പാട്ടുകളുണ്ട്. സൂര്യകിരീടം, അത് അല്ലേ സാറേ, രാധാകൃഷ്ണൻ സാറിന്റെ അല്ലേ? സൂര്യകിരീടം അതെന്താ? അതുപോലെ തന്നെ തളിർവലയോ താമരവലയോ താലിപ്പൊൻവലയോ, അതുപോലെയുള്ള പിന്നെ അതുപോലെ നമ്മുടെ ഇതില ഒരു മുറൈ വന്ന് പാത്തായ എന്നുള്ള പാട്ട്, അത് എം.ജി. സാറിന്റെ പാട്ടാണ് എന്ന് തോന്നുന്നു. പിന്നെ ജോൺസൺ മാഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ എല്ലാം തന്നെ ഒരു ദുഃഖമയം എവിടെയൊക്കെയോ നമുക്ക് ഫീൽ ചെയ്യും സാറേ. അത് മുൻപേ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്യാമാംബരം എന്നുള്ള പാട്ട് വളരെ ഭംഗിയുള്ളൊരു പാട്ടാണ്. ശ്യാമാംബരം ിലിരുകിലിന്മേലിരിരും നേരം തിങ്കൾ കലമാനോടുമ്പോൾ. അതുപോലെ വേറൊരു പാട്ടാണ്, തൂമഞ്ഞിൻ നെഞ്ചിലൊരുങ്ങി മുന്നാഴിക്കനവ് തേനോലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളെ
തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴിക്കനവ്. പിന്നെ അതുപോലെ ഒരുപാട് പാട്ടുണ്ട്. അപ്പൊ ഓരോ പാട്ടുകളും അല്ലേ സാറേ ഭയങ്കര മനോഹരമായ, അവരുടെയൊക്കെ ആ ഒരു പെട്ടെന്നുള്ള വിയോഗം സത്യം പറഞ്ഞാൽ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എങ്കിലും രണ്ടുപേർക്കും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, ജ്യോതികുമാർ സാർ ഉണ്ടോ? സാറ് രണ്ട് വാക്ക് ഇവരെ രണ്ടുപേരെ കുറിച്ച്. ജ്യോതികുമാർ സാർ. എനിക്ക് അങ്ങനെ വിശദമായിട്ട് പറയാൻ അറിയില്ല സാറേ, ഞാൻ അടുത്തതിന് പ്രിപ്പയർ ചെയ്ത് വരും. ശരി, തീർച്ചയായിട്ടും. ഓക്കെ, ട്രാജഡിയെ കുറിച്ച് പറയാൻ, ജോൺസൺ മാഷിന്റെ മകൻ ആക്സിഡന്റ് മരിച്ചു, മകളും മരിച്ചു, ഭാര്യ മാത്രമേ ഉള്ളൂ, മകളും ഇതുപോലെ മരിച്ചു. തീർച്ചയായിട്ടും, യെസ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഓർമ്മകളൊക്കെ നമ്മൾ എന്താണ് ഓർത്തുകൊണ്ടും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെയാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നതും. അങ്ങനെയുള്ള പാട്ടുകൾ ചെയ്തു വെച്ചിരിക്കുന്ന എന്നാണ് അല്ല നമ്മൾ കരുതുന്നത്. കാര്യം ഇവരുടെയൊക്കെ പാട്ടുകൾ ഒരു ദിവസത്തിൽ ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു തരത്തിലെങ്കിലും നമ്മൾക്കൊക്കെ കേൾക്കാനുള്ള ഒരു ഭാഗ്യം കൂടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഷാബു സാർ, അപ്പോൾ സാർ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം സാർ. ഷാബു സാർ. ആരെ, ജോൺസൺ മാഷാണോ? രണ്ടുപേരുടെ സാർ ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സെഷനിലേക്ക്. എനിക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഇവരെ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയില്ല. ഓക്കെ, എന്നാലും ചുരുങ്ങിയ വാക്കുകൾ. ഇത്രയും കടൽ മുകളിലേക്ക് എടുക്കുന്ന ഒക്കെ ഹൃദയത്തിൽ കയറി പറ്റിയിട്ടുള്ള ആൾക്കാരുകളാണ്. അതാ ഞാൻ രണ്ട് വാക്കുകളിൽ പാട്ടുകളിൽ ഒതുക്കിയത് ഞാൻ വരാം. കാരണം ഇവരെ പറയാൻ നിന്ന് എവിടെ പറയണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയില്ല. ജോൺസൺ മാഷ പാട്ടുകൾ മനോജ് സാർ പറഞ്ഞ വരി ഓരോ പാട്ടിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ജോൺസൺ മാഷ പാട്ടും രണ്ടുപേരും മൂളാം. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ, അനുരാഗിണി ഇതായൻ കരളിൽ വിടർന്ന പൂക്കൾ. അതുപോലെ തന്നെ ദേവാസുരത്തില് എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പാടുന്നില്ലേ, നമ്മുടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പാട്ടുണ്ടല്ലോ ദേവാസുര സിനിമയില്. വന്ദേ മുകുന്ദ ഹരേ. രാധാകൃഷ്ണൻ പാടിയതാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ശബ്ദത്തില്. വന്ദേ മുകുന്ദ. സോപാന സംഗീതമാണ്, സോപാന സംഗീതം എന്നാണ് അതായത് ഭഗവാന്റെ മുമ്പിൽ നിന്ന് പാടുന്നത്. ഇത് ബുക്ക് കെട്ടി പാടുന്നത് സോപാന സംഗീതം എന്നാണ് പറയുന്നത്. പ്രതിമകളുടെ മുമ്പിൽ നമുക്ക് ഇതുപോലെ അവരുടെയൊക്കെ കാലത്ത് ജീവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മഹത്വം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാട്ടുകളിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞു. ആ പാട്ടുകളൊക്കെ കേൾക്കാനും പാടുവാനും അതുപോലെ ആസ്വദിക്കാനൊക്കെ നമുക്ക് കഴിഞ്ഞു. ഈ പ്ലാറ്റ്ഫോമിലൂടെയാണെങ്കിലും അതൊക്കെയാണ് ഏറ്റവും വലിയൊരു മഹത്തരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞ് നിർത്തിയാണ് സമയം അതിക്രമിച്ചത്. ഓക്കെ, യെസ് സാർ, താങ്ക് യു. സോ അപ്പോൾ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും സ്മരണ നിലനിർത്തിക്കൊണ്ട് ഇനിയും ഇതുപോലുള്ള മഹാരഥന്മാരെ സംഗീതജ്ഞരെയൊക്കെ ഓർക്കാനൊക്കെയുള്ള മറ്റു വേദികളിലും നമ്മൾ വരുന്നു. അപ്പോൾ ഉഷ ടീച്ചർ, നമ്മൾ ഇനി ജോർജ് സാറിൻ്റെ ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ഒരു പാട്ടുകൂടെ മാത്രമേ ബാക്കി പാടാനുള്ളൂ. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും മറ്റു പാട്ട് സമയം അനുവദിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും പാടാം. അപ്പൊ ജോർജ് സാർ പറഞ്ഞ പാട്ടുകളില് ഇതാണ്. അതെ, ഒരു പാട്ടും കൂടി സാറിന്റെ പാടാനുണ്ടല്ലേ? അതെ, നിൽക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം സാറേ. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം തന്നെയാണ്. തോന്നുന്നത് അത് ജോൺസൺ മാഷിന്റെ ഗാനം തന്നെയാണ്. ആണ് സാറേ? അതെ അതെ, അല്ല ഇതാണ് ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളാണ് അല്ലേ? മിനിറ്റ്, ജോർജ് സാറിന്റെ പാട്ടുകളിൽ 6 ഉണ്ടായിരുന്നു, 6 പാട്ടുകൾ. ഇത് മലയാള ഭാഷ മലയാള ഭാഷ തൻ മാധവ് പങ്കി, ഇതാണ് ഇനി സാറിന്റെ പാട്ടുകളിൽ അവശേഷിക്കുന്നല്ലേ? അപ്പൊ ജ്യോതികുമാർ സാർ ഈ പാട്ട് പാടും സാർ, സാറിന്റെ ശബ്ദത്തിൽ കേൾക്കട്ടെ.
തീർച്ചയായിട്ടും സാറിന് ഇത് പാടാൻ പറ്റുന്ന അതെ. ഒരു പാട്ടാണ്. മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയില കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയില കരമുണ്ടിൽ തെളിയുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. അതിൻ്റെ മ്യൂസിക്കും കൂടി വേണം സാറേ. കടക്കടക്കടക്കടക്കടക്കട പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു. മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. ഓക്കെ സാർ, താങ്ക് യു. ജോർജ് സാറിന് വേണ്ടിയിട്ട് ഞാൻ 4 വരി പാടാം. യെസ്. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്തെ കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്തെ കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. പർവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു. മലയാള ഭാഷ തൻ മാതക ഭംഗിന് മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിന് പുളിയില കരമുണ്ടിൽ തെളിയുന്നു. താങ്ക് യു. നല്ല സെലക്ഷനാണ് ജോർജ് സാറിന്റെ പാട്ടിൽ നിന്ന്. എനിക്ക് തോന്നുന്നു ഉഷേ ഇത് നല്ലൊരു പാട്ടാണ് അല്ലേ? രമാവതി മാം നന്നായിട്ട് പാടി. അതെ അതെ. നന്നായിട്ട് പാടി. സാറും പാടി കേട്ടോ സാറേ. ജ്യോതികുമാർ സാറും പാടിയിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വേണുഗോപാൽ സാറിന് ഈ പാട്ട് പാടാൻ അറിയാം. പാടി നോക്കട്ടെ. മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിയിൽ ഉള്ളിയില കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. കളമൊഴി നീ പൊട്ടി ഇരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. പരിഭവം പറഞ്ഞു നീ ഇണങ്ങുമ്പോൾ കുരുവിതൻ പളുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു കേൾക്കുന്നു. മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിയിൽ ഉള്ളില കരമുണ്ടിൽ തെളിയുന്നു. മയിൽ പീലി കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മാനത്തിൻ മായാനിറമലരുന്നു. മയിൽ പീലി കണ്ണുകളിൽ മാരന്റെ ശരങ്ങളിൽ മാനത്തിൻ മായാനിറമലരുന്നു. അരയന്ന പിട പോൽ നീ ഒഴുകുമ്പോൾ പഷ്ടപതി ചതുരവർണ്ണ നെഞ്ചിൽ നിറയുന്നു നിറയുന്നു.
മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിയിൽ ഉള്ളിയിലെ കരമുണ്ടിൽ തെളിയുന്നു. താങ്ക് യു. ശ്രീകുമാരി ഇതിന്റെ ഒരു അല്ലേ? പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാല് ശ്രീകുമാരൻ തമ്പിയാണ് ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. നമുക്ക് ഈ ദേവരാജൻ മാഷയുടെ കോമ്പിനേഷൻ എപ്പോഴും വയലാറും ദേവരാജനും എന്നുള്ള ഒരു കോമ്പിനേഷനിലായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള. പക്ഷെ ഈ പാട്ട് എഴുതിയത് ശ്രീകുമാരൻ തമ്പി സാറാണ്. അതിന്റെ ഒരു പ്രത്യേക ഭംഗി ആ പാട്ടിന്റെ വരികളിൽ തന്നെ അല്ലേ ഷാബു സാറെ? വളരെ മനോഹരമായ, നമുക്കൊക്കെ ഒരു നൊസ്റ്റാൾജിയ തരുന്ന വരികളാണ് ഈ പാട്ടിൻ്റെ. അപ്പോൾ ഒരുപാട് യെസ് 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 യെസ്. അപ്പൊ നമുക്ക് സമയം മുന്നോട്ട് നീക്കാൻ വേണ്ടിയിട്ട് അടുത്ത പാട്ടിലേക്ക് പോയാലോ ഉഷ ടീച്ചറെ? ഇനി പാട്ടുണ്ടോ? സാറ് പാടിയില്ലല്ലോ. സാറ് മനോജ് കുമാർ സാർ ഈ പാട്ട് പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ ടീച്ചറെ? അതെ, ആ, സമയം മതി. കൂടെ തോന്നുന്നത് പോയിട്ടുണ്ട്. ഓക്കെ, അതെ. എല്ലാ പാട്ടുകളും നമ്മൾ പാടിക്കഴിഞ്ഞു. സാറിന്റെ ഇഷ്ടഗാനങ്ങൾ ഇതിലൊരു പ്രത്യേകത ഈ ഒരു വാക്ക് പറഞ്ഞിട്ട് മലയാള ഭാഷ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും മലയാള ഭാഷയെ കുറിച്ചാണ് പറയുന്നതെന്ന് ഇവിടെ വർണ്ണിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു നടിയുണ്ട്, വിജയശ്രീയെ കുറിച്ച് ആ സിനിമയിൽ വർണ്ണിക്കുന്നതാണിത്. അവരുടെ ശരീരത്തെ കുറിച്ച്, അവരുടെ സൗന്ദര്യത്തെ കുറിച്ച് വർണ്ണിക്കുന്നതാണ്. എല്ലാവരും ഓർക്കും ഇത് മലയാള ഭാഷയെ താലോലിക്കുന്ന പാട്ടാണെന്ന് തോന്നും. രാജാ രവിവർമ്മയുടെ ചിത്രം പോലെ മനോഹരമായ പിന്നെ ശരീര വടിവുള്ള പിന്നെ നമ്മുടെ വിജയശ്രീയാണ് ഇതില്, അല്ലേ സാറേ? ഷാബു സാറിന് എന്താണ് അതിന്റെ പിന്നണി? കറക്റ്റ്. ആ ഉഷ ടീച്ചർക്ക് പ്രത്യേക അഭിനന്ദനം. അടിപൊളി 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 അടിപൊളി, സൂപ്പർ ആയിട്ട്. അതെ, ഷീല ടീച്ചറാണ് പറഞ്ഞത് ഷാബു സാറേ. ഷീല ടീച്ചറായി കോൺട്രിബ്യൂഷൻ ചെയ്ത്. അതെ ഭയങ്കര സംഭവം ടീച്ചറ്. അത് ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം മലയാള ഭാഷ എന്ന് പറയുമ്പോൾ എല്ലാവരും കണ്ണിൽ അതാ വരുള്ളൂ, മലയാള ഭാഷയെ കുറിച്ച് വർണ്ണിക്കുക എന്ന് പറയുള്ളൂ. വളരെ കറക്റ്റ് ആണ് അത് പറഞ്ഞത്, വളരെ ശരി, 100% ശരി. അല്ല, അന്നത്തെ സിനിമകളുടെ പ്രത്യേകത ഇത് തന്നെയാണല്ലോ ഷാബു സാർ. പ്രത്യേകിച്ചും ഈ പാട്ടുകളുടെ പിക്ചറൈസേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ വരികളും സംഗീതമൊക്കെ ചേർന്ന തരത്തിലുള്ള പിക്ചറൈസേഷനും പഴയ സിനിമകളിൽ കാണാം പ്രത്യേകിച്ചും. സാറെ മറ്റൊരു പ്രത്യേക കവിത എഴുതാത്തവർക്കും വിജയശ്രീയെ കണ്ടു കഴിഞ്ഞാൽ കവിത എഴുതാൻ തോന്നും എന്നാണ് പറയുന്നത്. അതെ, ഒരുപാട് പഴയകാല സിനിമകൾ. അതെന്താണെന്നോ സാറേ? എന്റെ ഹസ്ബൻഡ് വിജയശ്രീയുടെ സിനിമകൾ മാത്രമേ കാണാറുള്ളൂ. അതുപോലെ അവരുടെ പാട്ടുകൾ ഉള്ള രംഗങ്ങളാണ് മിക്കവാറും വീട്ടിലിടുന്നത്. അതുകൊണ്ട് വിജയശ്രീയെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. വിജയശ്രീ തന്നെ കിട്ടിയപ്പോ ആൾക്ക് എന്തായാലും വിജയശ്രീയെ പറഞ്ഞ് കിടക്കാം. അല്ല സാറേ, കഴിഞ്ഞ 2 മാസം മുമ്പ് ചെന്നൈയിൽ പോയിട്ടുണ്ടായിരുന്നു. വിജയശ്രീയെ നേരിട്ട് കാണാൻ പറ്റിയില്ല. ഇവിടെ ഉദയ സ്റ്റുഡിയോയിലൊക്കെ പോയവര് കണ്ടിട്ടുണ്ട്. പിന്നെ അവര് അടക്കം ചെയ്ത സ്ഥലം കാണാനായിട്ട് പോയിരുന്നു. അവര് 2 പേരും കൂടെ, ചേട്ടനും അനിയനും കൂടെ പോയിരുന്നു. അത്രയ്ക്ക് താല്പര്യമായിരുന്നു അവർക്ക് വിജയശ്രീ. ഞാൻ പറഞ്ഞു, ജീവിച്ചിരുന്നെങ്കിൽ കൂടെ വിളിച്ചോണ്ട് വന്നാൽ കൊള്ളായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര സൗന്ദര്യം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാനൊന്ന് ഓക്കെ, റൈറ്റ്, ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷന് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പങ്കെടുത്ത എല്ലാവർക്കും, സാബു സാർ ഉണ്ട് എങ്കിലും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ കെയർ ഓഫിൽ എല്ലാവർക്കും ഒരു നന്ദി പറയുക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ഉത്തരവാദിത്തം. എല്ലാവരും വളരെ നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നാണ് തോന്നുന്നത്. ഉഷ ടീച്ചറാണെങ്കിൽ പാട്ടുകളെയൊക്കെ വളരെ ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും ഷീല ടീച്ചറൊക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള മറ്റുള്ള ചരിത്രങ്ങളൊക്കെ പറഞ്ഞു വളരെ ഇന്നത്തെ എപ്പിസോഡ് ഇവരുടെ രണ്ടുപേരുടെയും സ്മരണയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ പോയി എന്ന് മാത്രമേ എനിക്ക് ഈ വൈകിയ വേളയിൽ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ എന്താണ് 2 വരി ഞാനും പാടാം ഈ ഒരു പ്രത്യേക ദിവസത്തിൻ്റെ. മലയാള ഭാഷ തൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുളിയില കരമുണ്ടിൽ തെളിയുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത്
കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളുങ്കണിയച്ച ഞാൻ കേൾക്കുന്നു. മലയാള ഭാഷതൻ മാദക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ പുളീരക്കരമുണ്ടിൽ തെളിയുന്നു. അപ്പോൾ ഉഷ ടീച്ചറിലേക്ക് വീണ്ടും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉഷ ടീച്ചറെ ക്ഷണിക്കുന്നു. നമുക്ക് ഇതോടുകൂടി ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സർ. എല്ലാവരും മലയാളികൾ നെഞ്ചേറ്റി നിൽക്കുന്ന ഒരുപാട് ഗാനങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ ഈ ഒരു ടൈം ചെലവഴിച്ചത്. എല്ലാവരും മനോഹരമായിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. എല്ലാവർക്കും ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. വളരെ ജോർജ് സാറിന്റെ ഈ ഒരു വളരെ നല്ല സെലക്ഷന് ഞാൻ സാറിനെ പ്രത്യേകം നന്ദി പറയുകയാണ്. ജോർജ് അതുപോലെ തന്നെ മനോജ് കുമാർ സാർ ഇത് വളരെ നന്നായിട്ട് ഇത് ഒരു കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിച്ചു. PPT ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ധാരാളം ഇൻഫർമേഷൻസ് ഇതിനകത്ത് പറയുകയുണ്ടായി. അതുപോലെ തന്നെ എപ്പോഴും ഷാബു ഗംഗാധരൻ സാറാണ് ഇതിന്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത്. ഈ ഒരു പാട്ടുവിശേഷത്തിന്റെ സാറിന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ഇതിനകത്ത് ഉള്ളത് നമുക്ക് എപ്പോഴും ഭയങ്കര ഗ്രേറ്റ് ആണ്. സാറിന് ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ടാവും. ഇന്നും പതിവ് തെറ്റിച്ചില്ല. സാർ ധാരാളം ഇൻഫർമേഷൻസും ആയിട്ട് വളരെ സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ രാജു ഫിലിപ്പ് സാറ്, പിന്നെ വേണുഗോപാൽ സാറ്, രമാവതി മാം, എല്ലാവരും ബീന മാം, എല്ലാവരും വളരെ നന്നായിട്ട് ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതുപോലെ തന്നെ അതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത്. എല്ലാവരും സംഗീതത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതേസമയം സൗഹൃദവും നെഞ്ചേറ്റി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇതിനകത്തുള്ളത്. എല്ലാവർക്കും ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച ഒരു നല്ല എപ്പിസോഡുമായിട്ട് തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നത് അടുത്ത ആഴ്ച റോയ് സാറിന്റെ ഇഷ്ടഗാനങ്ങളുമായിട്ട് വരാമെന്ന് സാർ സമ്മതിച്ചിട്ടുണ്ട്. ഇന്ന് സാറിന്റെ സെഷനായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ സാറിന് അസൗകര്യം മൂലമാണ് അടുത്ത ഞായറാഴ്ചത്തേക്ക് അത് മാറ്റിവെക്കാന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ജോർജ് സാറിന് ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു മനോജ് കുമാർ സാർ എസ്പെഷ്യലി. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു എല്ലാവർക്കും താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു.